നമ്മൾ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം അതിവിശാലമാണ്, അത്ഭുതമാണ് ഈ പ്രപഞ്ചം. അതോടൊപ്പം തന്നെ അതിമനോഹരമാണ്. ചെറുതും വലുതുമായ, ചലിക്കുന്നതും ചലിക്കാത്തതുമായ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാണാത്ത ഒട്ടനവധി വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മൂലയിൽ അധിവസിക്കുന്ന അതിബുദ്ധിയുള്ള, ഏറെ ഉത്കൃഷ്ടരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട, ആദരണീയർ എന്ന് പറയപ്പെട്ട ഒരു സമൂഹമാണ് മനുഷ്യരായ നമ്മൾ. മനുഷ്യൻ കാലങ്ങളായി ഈ പ്രപഞ്ചത്തെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിരീക്ഷണവും ഗവേഷണവും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പലതരത്തിലുള്ള ധാരണകളാണ് മനുഷ്യന് പ്രപഞ്ചത്തെക്കുറിച്ചുള്ളത്. ആ ധാരണകളെ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തിരുത്തുകയോ അല്ലെങ്കിൽ അത് പുതുക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനവും അതിൻ്റെ ഗവേഷണവും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മഹാരാജ്യം കഴിഞ്ഞ മാസമാണ് ഒരു പുതിയ ദൗത്യം ആരംഭിച്ചത്. ചന്ദ്രയാൻ വളരെ വിജയകരമായി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയുണ്ടായി. അതിനെ തുടർന്ന് നമ്മളൊക്കെ വായിച്ചതുപോലെ ആദിത്യ L1 സൗരദൗത്യവും അതും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 4 മാസമെടുക്കും ഈ ഒരു പേടകം അവിടെ എത്താൻ. നിർണായകമായ ഒരുപാട് വിവരങ്ങളാണ് അതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ശാസ്ത്രലോകം നമ്മോട് പറയുന്നത്. സൂര്യനെക്കുറിച്ചുള്ള പഠനമാണത്. സൂര്യനെക്കുറിച്ച് പഠിച്ചാൽ അതിൻ്റെ ഗുണം മറ്റു നക്ഷത്രങ്ങളെക്കുറിച്ചറിയാമെന്നാണ്, ഗാലക്സികളെക്കുറിച്ചറിയാം. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകമുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, എൻ്റെ സമയം വളരെ പരിമിതമാണ്, വളരെ സുദീർഘമായി സംസാരിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ, അതിസങ്കീർണമായ ഈ ദൃശ്യപ്രപഞ്ചത്തെ കൂടുതൽ അറിയാനും പഠിക്കുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം അത് കൂടിക്കൂടി വരികയാണ്. പുതിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ, AI-യുടെ ഒരു യുഗത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, അതിലെ ജീവജാലങ്ങളെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പുതിയ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്ര മനോഹരമായി ഈ പ്രപഞ്ചത്തെ ഡിസൈൻ ചെയ്തത് ആരാണ്? ഇത് കാലങ്ങളായിട്ടുള്ള ഒരു ചർച്ചയാണ്. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? ചില ആളുകൾ പറഞ്ഞു, അങ്ങനെ ഒരു ഡിസൈനറൊന്നും ഒരു സൃഷ്ടാവൊന്നും ഇതിനില്ല, ഇതിനൊരു ഒടുക്കവുമില്ല, ഇത് സ്വയംഭൂവാണ്. അങ്ങനെ വാദിച്ചു ചില ആളുകൾ. നമ്മൾ ഈ ഹാളിലേക്ക് കയറി വരുന്ന സമയത്ത് അതിമനോഹരമായ ഒരു ചിത്രം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടുവെങ്കിൽ നമ്മൾ വളരെ കൗതുകത്തോടു കൂടി അത് നോക്കിക്കാണും. അതിൻ്റെ ഓരോ ഭാഗങ്ങളെയും നമ്മൾ നിരീക്ഷിക്കും. എന്നിട്ടൊരുത്തൻ പറയാണ്, ഈ ചിത്രം വരച്ചത് ആരുമല്ല, ഇത് സ്വയം ഉണ്ടായതാണ്. നമ്മൾ അന്വേഷിക്കും, ഈ ചിത്രകാരൻ ആരാണ്? ഇത്ര മനോഹരമായി ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ള, ഇത് വരച്ചിട്ടുള്ള ചിത്രകാരൻ ആരാണ് എന്ന ചോദ്യമുണ്ടാകും. പക്ഷെ ഒരുത്തം പറയുക, അതങ്ങനെ സ്വയം ഉണ്ടായതാണ്. നമ്മൾ അവനെ എന്താണ് വിളിക്കുക? ഇത്ര മനോഹരമായി ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ഒരു ശക്തി, അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരാൾ പ്രവർത്തിച്ചു എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. പക്ഷെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒന്നില്ല, ഇത് സ്വയമേ ഉണ്ടായതാണ്. 1920-കൾക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന ഒരു വാദം പ്രപഞ്ചത്തിന് തുടക്കമില്ല എന്നാണ്.
ഈ പ്രപഞ്ചത്തിന് നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി അടക്കമുള്ള ഈ മനോഹരമായ പ്രപഞ്ചത്തിനൊരു തുടക്കമില്ല എന്ന വാദമുണ്ടായിരുന്നു. അത് സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന വാദമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ശാസ്ത്രലോകം അവരുടെ ഗവേഷണ ഫലമായി ഇത് സൃഷ്ടിക്കപ്പെട്ടത് തന്നെയാണ്, ഇതിനൊരു തുടക്കമുണ്ട് എന്ന് പറയുകയുണ്ടായി. ആദ്യം ചെറിയ ഒരു ഭാഗമായിരുന്നു, ചൂടുപിടിച്ച ഒരു ഭാഗം. അത് ബിഗ് ബാങ് തിയറി നമ്മളൊക്കെ വായിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. ആ ഒരു ബിഗ് ബാങ്കിലൂടെ, ഒരു പൊട്ടിത്തെറിയിലൂടെ ഈ പ്രപഞ്ചം വികസിച്ചു എന്നും അത് വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നും ശാസ്ത്രലോകം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് മതത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. മതാധ്യാപനങ്ങൾ ശരിവെക്കുന്ന വാദങ്ങളിലേക്കാണ് ശാസ്ത്രലോകം വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളുടെ കൃത്യത നമുക്ക് ഈ ഘട്ടത്തിൽ ബോധ്യപ്പെടുകയാണ്. പ്രപഞ്ചത്തിലെ ആകാശങ്ങളും ഭൂമിയും കോടാനുകോടി നക്ഷത്രങ്ങളും ഇതിൻ്റെ എല്ലാം പിന്നിൽ, ഇതെല്ലാം ഡിസൈൻ ചെയ്തതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ പിന്നിൽ അല്ലാഹു ഉണ്ട്. ഖുർആൻ അതിലേക്കാണ് നമുക്ക് സൂചന നൽകുന്നത്. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനത റത്ഖൻ. അവർ, സത്യനിഷേധികളായ ആളുകൾ, ഇതിന്റെ പിന്നിൽ ഒരു ഡിസൈനർ ഇല്ല, സ്രഷ്ടാവില്ല എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് അന്ന സമാവാതി വൽ അർള കാനത റത്ഖൻ, ആകാശവും ഭൂമിയുമെല്ലാം ഒട്ടിപ്പിടിച്ച ചേർന്ന് നിന്ന ഒരു വസ്തുവായിരുന്നു. അതായിരുന്നു അതിന്റെ ആദ്യ രൂപം. ഫഫതഖ്നാഹുമാ, നാം ആകുന്നു അതിനെ വേർപ്പെടുത്തിയിട്ടുള്ളത്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. എല്ലാ വസ്തുക്കളെയും, നമ്മളടക്കമുള്ള ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും അള്ളാഹു വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ജീവനുള്ള സകല വസ്തുക്കളെയും. അഫലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ലേ എന്നാണ് സൂറത്തുൻ നഹ്ലിലെ ചോദ്യങ്ങൾ. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് ആയത്തുകൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. സൂറത്തുൻ നഹ്ലിൽ 3-ാമത്തെ വചനം തൊട്ട് ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് തആല അമ്മാ യുശ്രികൂൻ, ആകാശഭൂമികളെ അത് വളരെ യുക്തിയോട് കൂടിയിട്ടാകുന്നു അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ ഷിർക്ക് ചെയ്യുന്നതിൽ നിന്നൊക്കെ അത്യുന്നതനാകുന്നു, അതിൽ നിന്നെല്ലാം അവൻ തആല, അവൻ ഉന്നതനാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ മനുഷ്യനെ അവൻ നുത്ഫയിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ടും ഫഇദാ ഹുവ ഖസീമും മുബീൻ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളെക്കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും, ഇതൊക്കെ കണ്ടിട്ടും ബോധ്യമായിട്ടും ഫഇദാ ഹുവ ഖസീമും മുബീൻ, അവൻ തർക്കിക്കുകയാണ്, ഇല്ല, അങ്ങനെ ഒരു സൃഷ്ടാവില്ല, പടച്ചവനില്ല. ഇതൊക്കെ എങ്ങനെ സ്വന്തമായി ഉണ്ടായതാണ്, അല്ലെങ്കിൽ പരിവർത്തനങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നതാണ് എന്നാണ് മനുഷ്യൻ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. കന്നുകാലികളെ കുറിച്ചുള്ള പഠനം, അവയെ സംബന്ധിച്ചുള്ള സൂചനകൾ, അൻസല മിനസ് സമാഇ മാഅ, ആകാശത്തുനിന്ന് അള്ളാഹു വെള്ളമിറക്കി തന്നു, അതുകൊണ്ട് കൃഷി ഉണ്ടാകുന്നു. വന്നഖീല വല്ലഅനാബ്, ഇങ്ങനെ തുടങ്ങി സൂറത്തുൻ നഹ്ൽ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങളെ വളരെ കൃത്യമായി ആർക്കും ബോധ്യപ്പെടാവുന്ന തരത്തിൽ വിശദീകരിക്കുകയാണ്. രാപ്പകലുകൾ മാറി വരുന്നതിനെക്കുറിച്ച്, വ്യത്യസ്തങ്ങളായ ഭൂമിയെക്കുറിച്ച്, വ്യത്യസ്തങ്ങളായ മണ്ണിനെക്കുറിച്ച്, അതുപോലെ തന്നെ കടലിനെയും കരയെയുമെല്ലാം മനുഷ്യ സമൂഹത്തിന് അള്ളാഹു കീഴ്പ്പെടുത്തി തന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം സൂറത്തുൻ നഹ്ലിൽ സവിസ്തരം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഈ സൃഷ്ടിപ്പിൽ, ഈ മനോഹരമായ ഈ ഡിസൈനിങ്ങിൽ അള്ളാഹു അല്ലാത്തൊരു ശക്തിക്കും യാതൊരു പങ്കുമില്ല. ഖുർആൻ അത് സൂറത്തുൻ നഹ്ലിൽ തന്നെയും വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട്, ഇതൊക്കെ പുറന്തള്ളിക്കൊണ്ട് അള്ളാഹു അല്ലാത്ത ശക്തികളെ പ്രാപിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവരെ വിശ്വസിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ലാ യഖ്ലുഖൂന ശൈഅ, അവരൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, ഇവരൊക്കെ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ലാ യഖ്ലുഖൂന ദുബാബൻ വലവിജ്തമഉ, മനുഷ്യന്റെ നിസ്സഹായത, നിസ്സാരത ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു. ഇവരെല്ലാവരും, മനുഷ്യർ
അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന സകല വസ്തുക്കളും ഒരുമിച്ച് കൂടിയാൽ പോലും അവർക്കൊരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയുകയില്ല. ആൾ ദൈവങ്ങൾ മൊത്തത്തിൽ ഒരുമിച്ച് കൂടുന്നു ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ. അതിനേക്കാൾ ദുർബലമാണല്ലോ കൊതുക്. കൊതുകിനെ സൃഷ്ടിക്കാൻ കഴിയോ? ഇല്ല. അത്യത്ഭുതം നിറഞ്ഞ ഒരു ജീവിയാണ് കൊതുക്. വിശദീകരിക്കാൻ സമയമില്ല. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. അല്ലാഹുവാണ്, സ്രഷ്ടാവാണ്, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയത്. എന്നിട്ട് അതിന് തഖ്ദീർ നൽകി, നിർണയം നൽകി, എല്ലാം കണക്കാക്കി അല്ലാഹു ഫഹദ, എന്നിട്ട് അതിന് വഴി കാണിക്കുകയും ചെയ്തു. ഒന്നുമല്ലാതിരുന്ന മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യ, നീ ആരായിരുന്നു ഇതിനു മുമ്പ്? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. പറയപ്പെട്ട ഒന്നുമായിരുന്നില്ല നീ. അങ്ങനെ നിന്നെ മാതാവ് പ്രസവിച്ചു വളർത്തിക്കൊണ്ടുവന്നത് ആരാണ്? അല്ലാഹുവാണ്. മനുഷ്യൻ്റെ ശരീരം വളരെ അത്ഭുതമാണ്. അതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ ജീവിയെക്കുറിച്ച് ശാസ്ത്രലോകം പഠനം നടത്താൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ അവരുടെ പഠനം ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും വീണ്ടും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ ഒരു കാര്യം ഉണർത്തുന്നുണ്ട്. ലഖൽഖുസ് സമാവാതി വൽ അർദ് അക്ബറു മിൻ ഖൽഖിൻ നാസ്. ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനേക്കാൾ വലിയ ഒരു കാര്യമാണ് ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, അഫലം യൻദുറു ഇല സമാ, ആകാശത്തേക്കൊന്ന് നോക്കൂ. കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. ആകാശഭൂമികളെ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചത്? എങ്ങനെയാണ് അള്ളാഹു ആകാശത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്? അതിനെ എങ്ങനെയാണ് അള്ളാഹു അലങ്കരിച്ചിട്ടുള്ളത്? ഒരു വിടവും അതിന് കാണുന്നില്ലല്ലോ എന്നാണ് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത്. പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഡിസൈനർ, അതിൻ്റെ സൃഷ്ടാവ് ആര് എന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് അത് മനുഷ്യന് നിഷേധിക്കാൻ കഴിയുക? കൈഫ തക്ഫുറൂന ബില്ലാഹ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ പടച്ചവനെ നിഷേധിക്കാൻ കഴിയും? ദൈവമില്ല, പടച്ചവനില്ല എന്ന് വിശ്വാസമുള്ള ആളുകൾ കുറേ ഉണ്ടായിരുന്നു ഈ ലോകത്ത്. ഇപ്പോഴും ചില ആളുകൾ അങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൃഷ്ടാവില്ല, അങ്ങനെ ഒരു ഡിസൈനർ ഇല്ല. അവിടെയാണ് അവരുടെ മുമ്പിലേക്കാണ് 2007 ദർ ഈസ് എ ഗോഡ് എന്ന് പറയുന്ന ആന്റണി ഫ്രീയുടെ ഒരു പുസ്തകം പുറത്തിറങ്ങുന്നത്. ദർ ഈസ് എ ഗോഡ്, ഉണ്ട്, ഇവിടെ ഒരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. ഈ ഒരു ഗ്രന്ഥം ഇറങ്ങിയതോടുകൂടി പിന്നെ ദൈവനിഷേധികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. പിന്നെ അവർ ചോദ്യങ്ങൾ മാറ്റാൻ തുടങ്ങി. അങ്ങനെ ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ, ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ പിന്നെ ആര് സൃഷ്ടിച്ചു എന്നാണ്, അവൻ്റെ രൂപം എന്താണ്? ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതനിരാസവും അതുപോലെ തന്നെ ദൈവനിഷേധവുമൊക്കെ ഒരു ട്രെൻഡായി അവതരിപ്പിക്കാറുണ്ട്. ഇതൊരു പുതിയ സംഗതിയൊന്നുമല്ല. ക്രിസ്തുവിൻ്റെ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീസിൽ ദൈവനിഷേധമുണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ, അറേബ്യയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയും ഉണ്ടായിട്ടുണ്ട് ദൈവനിഷേധമൊക്കെ. പരലോക നിഷേധവും ദൈവനിഷേധവും എല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്. 3 വിഭാഗം ആളുകൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുന്ന സമയത്തുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. സൃഷ്ടാവിനെയും പടച്ചതമ്പുരാനെയും പരലോകത്തെയും നിഷേധിക്കുന്ന ഒരു സംഘമുണ്ടായിരുന്നു അവിടെ. സൃഷ്ടാവിനെ അംഗീകരിക്കുന്ന, പടച്ചവനെ അംഗീകരിക്കുന്ന, എന്നാൽ പരലോകത്തെ നിഷേധിക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. സൃഷ്ടാവിനെ അംഗീകരിക്കുന്നു, പക്ഷേ പ്രവാചകത്വത്തെ, മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെയുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നത് എന്താ? വഖാലു മാ ഹിയ ഇല്ല ഹയാതുന ദുനിയ നമൂതു വനഹ്യ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ നമൂതു വനഹ്യ, മരിക്കുന്നു, ജീവിക്കുന്നു. വമാ യുഹ്ലികുന ഇല്ല ദഹർ, കാലമല്ലാതെ ഞങ്ങളെ നശിപ്പിക്കുന്നില്ല എന്നാണ്.
ഇതൊക്കെ പ്രകൃതിയുടെ ചില വികൃതികളാണ് ലോകത്ത് നടക്കുന്നതൊക്കെ. അങ്ങനെ വാദിച്ച ചില ആളുകൾ. വമാ ലഹും ബിദാലിക മിൻ ഇൽം ഇൻ ഹും ഇല്ലാ യദുന്നൂൻ. അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവർക്കൊരു വിവരമില്ല എന്നാണ്. അവർ ഊഹിച്ചു പറയുകയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആര് എന്ന് ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത് വലിയ ബുദ്ധിയുടെ ഭാഗമാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ വലിയ ബുദ്ധിയുള്ളവരാണ്, യുക്തിയുള്ളവരാണ്. അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? അവരുടെ ഒരു ചോദ്യമാണ്. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. തുടക്കമില്ലാത്ത ഒന്നിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. തുടക്കമില്ലാത്ത ഒന്നിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. ശൂന്യതയിൽ നിന്നൊരു വസ്തു ഉണ്ടാവില്ലല്ലോ. ശൂന്യതയിൽ നിന്നൊരു വസ്തു ഉണ്ടാകില്ല. അപ്പൊ അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഹുവൽ അവ്വൽ, ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് ഹുവൽ അവ്വൽ വൽ ആഖിർ. അവൻ തുടക്കമില്ലാത്തവനാണ്, അവന് ഒടുക്കവുമില്ല. അപ്പൊ തുടക്കമില്ലാത്ത ഒന്നിൻ്റെ ഉത്ഭവം നമ്മൾ അന്വേഷിച്ചു പോകേണ്ടതില്ല. ഇതാണ് നമ്മൾ അടിവരയിട്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അവൻ പ്രപഞ്ചത്തിന് അതീതനാണ്. ഈ പ്രപഞ്ചത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസൈനർ, സ്രഷ്ടാവ്, അവൻ പ്രപഞ്ചത്തിന് അതീതനാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ, ആ ഡിസൈനറെ നിർവചിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ബുദ്ധിക്ക് അതുകൊണ്ട് കഴിയില്ല. ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ മൊബൈൽ, ആ മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം ആ മൊബൈലിന് അതിൻ്റെ നിർമ്മാതാവിനെ നിർവചിക്കാൻ കഴിയില്ല. മൊബൈൽ പറയാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ സ്വയം ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ വിഡ്ഢിത്വമാണ്. ഇതുപോലെ വിഡ്ഢിത്വമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും സ്വയം ഉണ്ടായതാണ് എന്ന് പറയുന്നത്. മൊബൈൽ നിർമ്മിക്കുന്നതിൻ്റെ പിന്നിൽ, ഇത് ഡിസൈൻ ചെയ്തതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഒരു ബുദ്ധിയുണ്ട്. അത് ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഇത് ഡിസൈൻ ചെയ്തതിൽ ഒരു ശക്തിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിത് അംഗീകരിച്ചേ മതിയാവും. എൻ്റെ ബുദ്ധി ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിയില്ല എന്നാണോ? നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാണ്. പക്ഷെ ആരെങ്കിലും ബുദ്ധിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എനിക്ക് ജീവനുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ജീവനെ കണ്ടിട്ടില്ല. നമ്മളാരും നമ്മുടെ ജീവനെ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് നമുക്ക് ജീവനില്ല എന്നാണ് നമ്മൾ പറയുന്നത്? അല്ല. പക്ഷേ എന്നിൽ ബുദ്ധിയുടെ അടയാളങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ മൈക്കിന് മുമ്പിൽ ഞാൻ എണീറ്റ് സംസാരിക്കുന്നത്. എനിക്ക് ജീവനുണ്ട്, ആ ജീവന്റെ അടയാളമാണ് ഈ കാണുന്നത്. ഇതുപോലെ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയില്ല, അവൻ്റെ രൂപത്തെ നമുക്ക്, അവൻ്റെ ദാത്തിനെ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ല. പക്ഷേ ദൈവമുണ്ട് എന്നതിൻ്റെ ആയാത്തുകൾ എമ്പാടുമുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. ഇണകളായി, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ ആയത്താണ്. വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈൽ. നിങ്ങളുടെ രാത്രിയിലെ ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കം അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഇങ്ങനെ സൂറത്ത് റൂം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അള്ളാഹു ഇത്തരത്തിൽ ഒരുപാട് ആയത്തുകളെ വിശദീകരിച്ച് തരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ചില ആളുകൾ കടന്നു വന്നു. അവർ ത്വലബു ദലീലൻ വുജൂദല്ലാ, അവർ തെളിവ് ചോദിച്ചത് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവ് എന്താണ് എന്നാണ്. എന്താണ് അള്ളാഹ്? നിങ്ങളോടൊരാൾ ചോദിച്ചാൽ എന്താണ് അതിന് മറുപടി പറയുക? അള്ളാഹ് ഉണ്ട് എന്നതിൻ്റെ തെളിവ് എന്താണ്? ഇമാം ഷാഫി ഒരല്പസമയം മൗനിയായി. എന്നിട്ട് പറഞ്ഞു, അദ്ദലീൽ ഹുവ വറഖത്തു തൂത്ത്. ഇതാ അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവ് ഇതാ ഈ മൾബറി വൃക്ഷമാണ്, ഈ മൾബറി ഇലയാണ് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവ്. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു. കൈഫ, അതെങ്ങനെയാണ്? അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവ് എങ്ങനെയാണ് ഈ മൾബറി ചെടിയാവുക? അദ്ദേഹം പറഞ്ഞു,
ഈ മൾബറി ചെടിയുടെ രുചി ഒന്നാണ്. ഈ മൾബറി ചെടിയുടെ ഇല ഒരു പട്ടുനൂൽപ്പുഴു തിന്നാൽ നമുക്ക് പട്ടാണ് ലഭിക്കുന്നത്. ഈ ചെടിയിൽ വന്ന് തേനീച്ച വന്ന് അതിൻ്റെ പൂവിലിരുന്നാൽ അവിടെ നമുക്ക് ലഭിക്കുന്നത് തേനാണ്. ഒരു മാന് വന്ന് ഇതിൻ്റെ ഇല ഭക്ഷിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് കസ്തൂരിയാണ്. ഇതാണ് അദ്ദേഹം നൽകിയ മറുപടി. ചുരുക്കത്തിൽ സൃഷ്ടാവായ അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ നമുക്ക് വായിക്കാൻ കഴിയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിന. ഒരു താക്കീത് കൊടുക്കണം അവർക്ക്. ഇങ്ങനെയൊക്കെ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചു, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള സൗകര്യം നൽകി, ബുദ്ധി നൽകി, ധാരാളക്കണക്കിന് ആയത്തുകൾ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു വിന്യസിപ്പിച്ചു, സമയം നൽകി അവന് പഠിക്കാനുള്ള. പക്ഷേ അവൻ ആലോചിക്കുന്നില്ല എങ്കിൽ വീണ്ടും നിഷേധത്തിലേക്ക് പോകുകയാണെങ്കിൽ, ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ നിഷേധിക്കുന്നവർ, ലാ യഖ്ഫൗന അലൈനാ അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ലാ യഖ്ഫൗന അലൈന, നമ്മിൽ നിന്ന് അവർ ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. അഫമൻ യുൽഖാ ഫിന്നാരി ഖൈർ, അവർ നരകത്തിൽ എറിയപ്പെടുന്നതാണോ അവർക്ക് നല്ലത്? അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ, നിർഭയരായി സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണോ അവർക്ക് നല്ലത് എന്ന ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. നേരത്തെ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള MLA സൂചിപ്പിച്ചതുപോലെ ദൈവവിശ്വാസം നമുക്ക് നൽകുന്ന ഒരു സമാധാനമുണ്ട്. പടച്ചവൻ എൻ്റെ കൂടെയുണ്ട് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുഖകരമായി. ആ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവമില്ല, പടച്ചവനില്ല, ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയില്ല എന്ന് വാദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്നും നിരാശയാണ്. ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. ധാരാളക്കണക്കിന് ആളുകൾ അങ്ങനെയുള്ള വഴികളിൽ പോയി തിരിച്ചു വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവമില്ലെന്ന വാദം ബുദ്ധിശൂന്യമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ക്യാമ്പസുകളിലേക്ക്, വിദ്യാർത്ഥി സമൂഹങ്ങൾക്കിടയിലേക്ക് ഈ ഒരു ട്രെൻഡ് കയറി വരുന്നുണ്ട്. ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദഹിരിയാക്കൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ദഹിരിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രകൃതിയുടെ ചില വികൃതികളാണ് ഈ സംഭവിക്കുന്നതൊക്കെ, ഇതിൻ്റെ പിന്നിലൊന്നും ഒരു ശക്തിയില്ല എന്ന് പറഞ്ഞു വാദിച്ചിരുന്ന ചില ആളുകൾ, ഒരു ദഹിരിയെ ഇതുപോലെ വാദിക്കുന്ന ഒരു ഭൗതികവാദി ഹാറൂൺ റഷീദിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇതാ ഞാൻ വാദിക്കുകയാണ്, ഞാൻ സ്ഥിരപ്പെടുത്തും, അന്നഹു ലൈസ ലിൽ ആലമി സ്വാനിഉൻ, ഈ പ്രപഞ്ചത്തിന് ഒരു നിർമ്മാതാവ് ഇല്ല എന്ന് സ്ഥാപിക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനായിരുന്നു ഇമാം അബൂ ഹനീഫ. ഹാറൂൺ റഷീദ് അബൂ ഹനീഫയെ വിളിച്ചു, ഇദ്ദേഹവുമായി ഒരു സംവാദത്തിനൊരുങ്ങി. അങ്ങനെ സംവാദത്തിൻ്റെ സമയമായിട്ടും ഇമാം അബൂ ഹനീഫ എത്തിയില്ല. ഈ ഭൗതികവാദി അവിടെ നിലകൊള്ളുന്നുണ്ട്. അദ്ദേഹം അബൂ ഹനീഫയെ കാത്തു നിൽക്കുകയാണ്. കുറച്ച് വൈകി അബൂ ഹനീഫ ആ സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ഭൗതികവാദി ചോദിച്ചു, യാ അബൂ ഹനീഫ ലിമ അബ്തഅത, എന്താണ് വൈകിയത് എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹനീഫ പറഞ്ഞു, ഒരു സംഭവം ഉണ്ടായി, ഞാനിങ്ങോട്ട് വരുന്ന സമയത്തൊരു സംഭവം ഉണ്ടായി, എനിക്കിങ്ങോട്ട് വരണമെങ്കിൽ ഒരു പുഴ കടക്കണം. സാധാരണ അവിടെ ഒരു തോണി ഉണ്ടാവാറുണ്ട്, ഒരു ബോട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ കണ്ടത് അതെല്ലാം തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. പലകകളൊക്കെ വ്യത്യസ്ത ദിശകളിലായിട്ട് ചിതറിക്കിടക്കുന്ന ഒരു രംഗമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാനിങ്ങനെ ഒരു അല്പസമയം അതിനെങ്ങനെ നോക്കി നിന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പലകകളെല്ലാം കൂടി അതിനെ ആണിയെല്ലാം തറക്കപ്പെട്ട അവസ്ഥയിൽ അത് പഴയ രൂപത്തിലേക്ക് തന്നെ മാറി. ഒരാശാരി അവിടെ വന്നിട്ടില്ല. ഇതിങ്ങനെ സ്വയം മാറിയതായി ഞാൻ കാണുകയും അങ്ങനെ ഫഖഅതു അലൈഹ,
ഞാൻ അതിലിരുന്ന് അങ്ങനെയാണ് ഇവിടെ എത്തിയത്, അതുകൊണ്ടാണ് വൈകിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഭൗതികവാദി പറഞ്ഞു, പടച്ചവനില്ല, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തിയില്ല, ഒരു സ്വാനി ഇല്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞു, കൂട്ടരെ നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ അബൂ ഹനീഫ, എത്ര വലിയ അബദ്ധമാണ്, എത്ര വലിയ കളവാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. എങ്ങനെയാണ് പൊട്ടിപ്പൊളിഞ്ഞ ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു തോണി സ്വയം എങ്ങനെയാണ് ഉണ്ടായിത്തീരുക എന്നാണ് ആ മനുഷ്യൻ ചോദിച്ചത്. അബൂ ഹനീഫ പറഞ്ഞു ഇദാ ലം തഹ്സുലി സഫീന ബിലാ സ്വാനിഇൻ വലാ നജ്ജാരി, ഒരു ആശാരിയോ ഒരു തൊഴിലാളിയോ ഇല്ലാതെ ഒരു കപ്പൽ ഉണ്ടാകുന്നില്ല എങ്കിൽ, ഒരു തോണി ഉണ്ടാകുന്നില്ല എങ്കിൽ, ഫകൈഫ യജൂസു അൻ യഹ്സുല ഹാദൽ ആലം കുല്ലുഹു മിൻ ഗൈരി മുബ്ദിഇൻ വലാ സ്വാനിഇൻ, ഈ പ്രപഞ്ചം പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക ഒരു മുബ്ദി ഇല്ലാതെ, ഒരു നിർമ്മാതാവില്ലാതെ, ഒരു ഡിസൈനർ ഇല്ലാതെ ഈ പ്രപഞ്ചം പിന്നെ എങ്ങനെ ഉണ്ടാകുമെന്ന ചോദ്യമാണ് അബൂ ഹനീഫ ചോദിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിയില്ല എന്ന് പറയുന്നവരോടുള്ള ചോദ്യവും ഇത് തന്നെയാണ്. ഇത് നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. സൃഷ്ടാവുണ്ട് എന്നുള്ളത്, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നുള്ളത് ബുദ്ധിയുടെ തേട്ടമാണ്. ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. നാസ്തികതയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവനിഷേധം വ്യക്തമായി പറയില്ല. ക്യാമ്പസുകളിലേക്ക് ഇത്തരം ആളുകൾ കടന്നു വരുന്നത് അങ്ങനെയാണ്. പടച്ചോനില്ല എന്ന് ഒറ്റടിക്ക് പറയില്ല, പക്ഷെ മെല്ലെ മെല്ലെ നമ്മളെ അവിടേക്ക് എത്തിക്കുന്ന ഒരു തരത്തിലുള്ള സംസാരമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് വെറുപ്പുൽപ്പാദിപ്പിക്കുക, ദൈവിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുക, പ്രവാചകന്മാരെക്കുറിച്ച് മോശമായിട്ടുള്ള സംസാരങ്ങളും കഥകളും അവതരിപ്പിക്കുക, ഈ ഒരു ശൈലിയാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ലക്ഷ്യമിടുന്നത് അസംതൃപ്തരായ കുറേ ആളുകളുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ കൂടിയിരിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള ആളുകളാണ്. ദീനിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട് ഇവിടെ, 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളുണ്ട്, ഇസ്ലാമിക മൂല്യങ്ങളെ കൃത്യമായി മുറുകെ പിടിക്കുന്നവരുണ്ട്, അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ അത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ്. ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം എന്താണ്? മനുഷ്യർക്ക് എപ്പോഴും ഇഷ്ടം എന്താണ്? ദൈവിക നിയമങ്ങളെ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം പിശാച് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലക്ക് അത്തരം ആളുകളെ, അസംതൃപ്തരായ ആളുകൾ, അവരുടെ മനസ്സുകളെ സംശയത്തിൻ്റെ നിഴലിലെത്തിക്കുക എന്ന പ്രവർത്തനമാണ് ഇന്ന് ക്യാമ്പസുകളിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ കരുതലോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ദീനുകൊണ്ട് നടക്കുക എന്നുള്ളത് പ്രയാസമാണ് ചില ആളുകൾക്കൊക്കെ, അല്ലേ? ആളുകൾ എങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത്, ക്യാമ്പസുകളിലൊക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ കൂടി നിൽക്കുന്ന സമയത്ത്, ജമാഅത്തിൻ്റെ സമയമായാൽ, നിസ്കാരത്തിൻ്റെ സമയമായാൽ പള്ളിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലാണ്. അങ്ങനെ കരുതുന്ന കുറേ ആളുകളുണ്ട്. അവരെയാണ് ഇവർ തേടിപ്പിടിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ മതബോധവും ദൈവബോധവും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം, നമ്മുടെ മതത്തെ, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ വേദഗ്രന്ഥം, അതിൽ അഭിമാനം കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏത് രംഗത്ത് എവിടെ നമ്മൾ പ്രവേശിച്ചാലും ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഒറ്റ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ബ്രിട്ടനിലെ ഒരു കമ്പനി, അവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ്. ഇൻ്റർവ്യൂയുടെ പരസ്യം കണ്ടു ഒരു മുസ്ലിം യുവാവ്. അദ്ദേഹം അതിനുവേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു. അവിടെയുള്ള ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം, നിങ്ങൾ ഒരു ദിവസം എത്ര കുപ്പി മദ്യം കഴിക്കും എന്നതാണ്. ഓരോരുത്തരും കഴിക്കുന്ന അളവുകൾ പറഞ്ഞു. അതിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും ഉണ്ട്, ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മുസ്ലിം യുവാവിൻ്റെ സമയമായി ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരുന്നു. ഈ ചോദ്യം വീണ്ടും ആവർത്തിച്ചു, നിങ്ങളൊരു ദിവസം എത്ര ഗ്ലാസ് മദ്യം കഴിക്കും? ഈ മനുഷ്യരെങ്ങനെ ഒന്ന് ആലോചിച്ചു, എന്തു പറയണം? ഞാനൊരു തീവ്ര മുസ്ലിമാണ് എന്ന് വിചാരിക്കൂലേ മദ്യം കുടിക്കാറില്ല എന്ന് പറഞ്ഞാൽ? അങ്ങനെ അദ്ദേഹം വിചാരിച്ചു. പക്ഷേ പിന്നെ അദ്ദേഹം തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചത്, ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് മദ്യം ഹറാമാണ്,
അതുകൊണ്ട് ഞാനത് തുറന്നു പറയുന്നു. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്യം കഴിക്കാറേയില്ല, എൻ്റെ മതത്തിൽ അത് ഹറാമാണ്. ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾ ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്നാണ് ആദ്യം. ഇല്ല, രോഗമുള്ളത് കൊണ്ടല്ല, എൻ്റെ മതം പറയുന്നത് ഹറാമാണ്, അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നു, ഞാൻ മദ്യം കഴിക്കാറേ ഇല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിൻ്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുകയാണ്. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ അള്ളാഹുവിന് സ്രഷ്ടാവിന് കീഴൊതുങ്ങിയവനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹരിതയിൽ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയിൽ അചഞ്ചലമായ വിശ്വാസം എനിക്കുണ്ട്. ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് എൻ്റെ മതം പറയുന്ന അധ്യാപനങ്ങളെ ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും ശിരസ വഹിക്കാൻ, അത് തുറന്നു പറയാൻ ഞാൻ ഒരുക്കമാണ്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. റാങ്ക് ലിസ്റ്റ് വന്നു, ഈ മനുഷ്യനാണ് 1-ാം റാങ്ക്. മദ്യം കഴിക്കില്ല, അതെനിക്ക് ഹറാമാണെന്ന് പറഞ്ഞ ഈ മുസ്ലിമായ യുവാവിന് ജോലി കിട്ടി, ബാക്കിയുള്ളവരൊക്കെ തഴയപ്പെട്ടു. ജോലിയിൽ പ്രവേശിച്ച് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇൻ്റർവ്യൂ ബോർഡിലെ ആ അംഗത്തെ ഈ യുവാവ് പരിചയപ്പെടുകയാണ്. ഇദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ വന്ന ആളുകളോട് മുഴുവൻ മദ്യം കുടിക്കാറുണ്ടോ എന്ന് ചോദിച്ചത്? അവർ പറഞ്ഞെന്താണെന്നറിയോ? ഈ കമ്പനിയിൽ മുമ്പ് ഒരുപാട് സെക്യൂരിറ്റിമാരുണ്ടായിരുന്നു, അവരൊക്കെ വൈകുന്നേരമായാൽ വെള്ളടിച്ചിങ്ങനെ നടക്കും. എവിടെയാണ് നിൽക്കുന്നത്, തൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് കൃത്യമായ ബോധമില്ലാതെ അവരങ്ങനെ നടന്നു നീങ്ങും. അങ്ങനെ ഇതിനു മുമ്പുണ്ടായിരുന്ന സെക്യൂരിറ്റിമാരുടെ ഈ പ്രവർത്തനം കാരണം, ഈ ദുശ്ചെയ്തി കാരണം ഈ കമ്പനിയിൽ പല തവണകളിലായി കള്ളന്മാർ കയറുകയും അതിലുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മദ്യം കഴിക്കാത്ത ഒരാളെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് താങ്കളെ തിരഞ്ഞെടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വിശ്വാസികളായ നമ്മൾ കൃത്യമായ ദൈവബോധമുള്ളവരായി ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളെയും മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന മാതൃകകളായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.